Hi friends, welcome back to our channel. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ തീം കേക്ക് ആണ്. ഇപ്പോൾ 2 ടയർ ആയിട്ടാണ് ട്ടോ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. 2.5 കിലോ വെയിറ്റ് വരുന്ന ഈ ഒരു കേക്ക് റെഡ് വെൽവെറ്റ് സ്പഞ്ച് ആണ് ട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ ടയറിനുള്ള ഫ്ലോർ മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു 1.25 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ അരിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ ഇതേപോലെ ഒരു വിസ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 എഗ്ഗ് പൊട്ടിച്ചതും 1/4 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് മിക്സ് നല്ല പോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സൂപ്പർ റെഡ് ജെൽ കളറും ബട്ടർ മിൽക്കും കൂടെ കുറേശ്ശെയായി ഇടവിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ബട്ടർ മിൽക്ക് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1 kg റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർ അതൊന്ന് കാണുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള 7 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 5 മിനിറ്റ് സിം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഇതൊരു പാത്രത്തിലേക്ക് കേക്ക് ടിന് ഇറക്കി കൊടുത്ത് 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ടയർ കേക്കിനുള്ള സ്പഞ്ച് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടേബിൾ സ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു ക്ലീൻ ആയ ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 എഗ്ഗ് പൊട്ടിച്ചതും 1/2 കപ്പ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേക്കിന് ചെയ്ത പോലെ തന്നെ 1/4 കപ്പ് ബട്ടർ മിൽക്കും സൂപ്പർ റെഡ് ജെൽ കളറും ഇടവിട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ടുള്ള 6 ഇഞ്ചിന്റെ പാനിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് കേക്ക് ടിനി ഇറക്കി കൊടുത്ത് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ 2 കേക്കും ബേക്കായി വന്നിട്ടുണ്ട്. ഇനി കേക്കിൽ നിന്നും ബട്ടർ പേപ്പർ മാറ്റിയ ശേഷം ഓരോ കേക്കും 4 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സ്റ്റിഫ് ആവുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം സ്റ്റിഫായിട്ട് വരുന്ന ഈ ഒരു ടൈമിൽ ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗറൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നല്ലപോലെ തന്നെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ചീസ് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 250 ഗ്രാം ചീസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ പൗഡറൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല ക്രീമി ടെക്സ്ചർ ആക്കി എടുക്കാം. ഇനി ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 10 ടേബിളിന്റെ മുകളിൽ കേക്ക് ബേസ് വെച്ച് കൊടുത്ത് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിന്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം.
ഇനി കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായി വെക്കാം. ഇനി രണ്ടാമത്തെ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യത്തെ കേക്ക് ചെയ്തിട്ടുള്ള പോലെ ഈ കേക്ക് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇനി സെക്കൻഡ് ടയർ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുന്ന ടൈം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ടയർ കേക്ക് ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി കേക്കിന് ഒരു പിങ്ക് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് ജെൽ കളർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് കേക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫസ്റ്റ് ടയർ കേക്കിന്റെ ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്ത ശേഷം ഒരു 3 സ്ട്രോ കേക്കിന്റെ സെന്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ടയർ വെക്കുമ്പോൾ കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്കിന്റെ സെക്കൻഡ് ടയർ വെച്ച് കൊടുക്കാം. ഇനി കേക്കിന്റെ മൊത്തം ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്ത ശേഷം കേക്കിന്റെ സെന്ററിലായിട്ട് ഒരു ബാംബൂ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുത്ത് അതിന്റെ മേലെ ക്രീമി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്കിന് കിഡ്സ് തീം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോണ്ടന്റ് കൊണ്ട് കുറച്ച് ക്ലൗഡ്സും സ്റ്റാർസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് കേക്കിന്മേലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഫോണ്ടന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടെഡ്ഡി ബിയറും കൂടെ കേക്കിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബർത്ത്ഡേ തീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.